പാസ്റ്റ് ലൈഫ് PLR. മാഡം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കഴിഞ്ഞ ജന്മം ഞാൻ ആരാണ്, ഞാൻ ഇപ്പോൾ ആരാണ് എന്നറിയാൻ വേണ്ടിയാണ് ഈ ഓട്ടം. പക്ഷേ ഇപ്പോൾ അറിയുന്നതിനേക്കാളും ഇപ്പോഴത്തെ ലൈഫ് പർപ്പസ് എന്താണെന്ന് അറിയുന്നതിനേക്കാളും അപ്പുറം കഴിഞ്ഞ ജന്മം ഉണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പല കൺസൾട്ടൻ്റെ അടുത്ത് പോകുന്നുണ്ട്. കുറേ പേര് പല രീതിയിൽ സോൾ ടു സോൾ ട്രാവൽ എന്ന് പറയുന്നുണ്ട്, PLR എന്ന് പറയുന്നുണ്ട്, പല രീതിയിൽ പല കഥകൾ പറയുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ്? അതായത് പറയുന്നു, നീ കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാജാവായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരു മിനിസ്ട്രി ഫോഴ്സിലായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലൊരു നടിയായിരുന്നു, അല്ലെങ്കിൽ നടനായിരുന്നു, അല്ലെങ്കിൽ ഒരു നർത്തകനായിരുന്നു, പലതും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ് ഒന്ന് പറയാമോ? പാസ്റ്റ് ലൈഫ് ഞാൻ ഈ പറയുന്നതുപോലെ ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫിൽ സഞ്ചരിക്കുന്നിടം വരെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചിട്ട് ഞാനും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ റേക്കിയുടെ മാസ്റ്റർ ലെവൽ കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫിലേക്ക് ആക്സസ് ചെയ്ത് ഞാൻ തന്നെ ഒരു സോൾ ട്രാവൽ ചെയ്ത ആളാണ്. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ പാസ്റ്റ് ലൈഫ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ്ജിയോട് പറഞ്ഞു, ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നൊന്നല്ല. കാരണം പാസ്റ്റ് ലൈഫ് എപ്പോഴും നമ്മുടെ ട്രോമയായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊന്ന് പുറത്ത് വരാൻ ഞാനൊരു 3 മാസം സമയം എടുത്തു. ഭയങ്കരമായിട്ടൊരു ട്രോമ സ്റ്റേജിലേക്ക് പോയി ഞാൻ. അപ്പോൾ ആ പാസ്റ്റ് ലൈഫിൽ സത്യമാണ്. കാരണം ഞാൻ ഇന്ന് വിശ്വസിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് ഉണ്ട്. പാസ്റ്റ് ലൈഫിൽ പിന്നെ ഈ പറയുന്നത് പോലെ പല ആൾക്കാരും പറയുന്നതേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പം 1-2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാനിപ്പം പാസ്റ്റ് ലൈഫ് സെപ്പറേറ്റ് പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം എൻ്റെ ഗുരുസ്ഥാനത്തുള്ള അദ്ദേഹം പറഞ്ഞു, നീ പഠിക്കണ്ട, നിനക്ക് കുറച്ച് നീ വെയിറ്റ് ചെയ്യ്, നിനക്ക് തന്നെ യൂണിവേഴ്സ് ഇതെല്ലാം റേക്കിയൊക്കെ നിന്നിലേക്ക് വന്നതല്ലേ, അപ്പോൾ അത് ഇതുപോലെ നീ നിന്നിലേക്ക് എത്തിക്കോളും, അതിനായിരിക്കും നിനക്ക് അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോൾ പ്രാണി ഹീലിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് വാട്ടർ വെച്ചിട്ട് ഹീൽ ചെയ്യുന്നത്. ഞാനത് പഠിച്ചതല്ല. പിന്നീട് കാലങ്ങൾക്കിപ്പുറം ഞാൻ അറിയുന്നത് അത് വാട്ടർ ഹീലിംഗ്, അത് അവരുടെ ഒരു മെത്തേഡുണ്ട് അതിനകത്ത്. അത് ഞാൻ എപ്പോഴോ റേക്കി ചെയ്യാൻ സമയത്ത് ഇത് ഞാൻ വെച്ച് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഒരു ബൗള് വെച്ച് അതിനകത്ത് ഉപ്പിട്ട് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് ക്രിസ്റ്റൽ വെച്ച് റേക്കി ഇങ്ങനെ എനർജി വലിക്കുന്നതൊക്കെ ഞാൻ സ്വയം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇതൊക്കെ എന്നിലേക്ക് സ്വയം എത്തിയതാണ്, ഞാനായിട്ട് പോയതല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് പാസ്റ്റ് ലൈഫിൻ്റെ ആക്സസും. അപ്പം ഞാൻ അതിനൊരു മെത്തേഡ് റേക്കിയോട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് എങ്ങനെ പാസ്റ്റ് ലൈഫ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ റേക്കി യൂസ് ചെയ്തു തുടങ്ങി, പിന്നെ ഈ പറഞ്ഞ ടാരോ, ന്യൂമറോളജി എല്ലാം വെച്ച്. അപ്പോൾ ഈ ലൈഫ് പർപ്പസ് ആണെങ്കിലും പാസ്റ്റ് ലൈഫിലേക്ക് ഞാൻ പോകുമ്പോൾ അവരെ ഇരുത്തും ഒരു 2 മണിക്കൂർ. ഓൺലൈനിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മെഡിറ്റേഷൻ മോഡിലിരുത്തും. അപ്പോൾ മെഡിറ്റേഷൻ മോഡിലിരുത്തിയിട്ട് അവരൊന്നെങ്കിലും ഒരു ഡീപ്പ്, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലെല്ലാം ഫീഡാണല്ലോ പ്രദീപ്, അതാണല്ലോ നമ്മൾ ആക്സസ് ചെയ്യുന്നത്, നമ്മൾ വേറെ എങ്ങും പോകുന്നില്ല. അപ്പോൾ അവരെ ഇരുത്തിയിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സസ് ചെയ്യും. അത് റേക്കിയിലൂടെയാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാ പാസ്റ്റ് ലൈഫും എടുക്കില്ല. നമുക്ക് ഒരുപാട് പാസ്റ്റ് ലൈഫുകൾ കാണുമല്ലോ, അതിൽ ഏത് പാസ്റ്റ് ലൈഫിലാണ് ബ്ലോക്ക് ഉള്ളത്, ഇപ്പോൾ ഈ കറൻറ്റ് ലൈഫ് അവർ ജീവിക്കുന്നതിൽ പ്രശ്നങ്ങൾക്കുള്ള ഡെസ്റ്റിനിയിലെ പ്രോബ്ലത്തിനുള്ള റീസൺ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കും. അത് ആക്സസ് ചെയ്യും. അത് ആക്സസ് ചെയ്തതിന് ശേഷം നമുക്ക് റൂട്ട് കോസ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ലൈഫ് ഞാൻ ആക്സസ് ചെയ്യും. ഇപ്പോൾ പാസ്റ്റ് ലൈഫ് ആണെങ്കിൽ ഒരു 3-4 ലൈഫ് എടുത്തിട്ട് അവർക്ക് ആ ഒരു ട്രോമ ഹീൽ ചെയ്ത് കൊടുക്കും റേക്കിയിലൂടെ. ഇല്ല ലൈഫ് പർപ്പസ് എടുക്കുന്നവരാണെങ്കിൽ അത് ഇതെല്ലാം 4 മണിക്കൂറത്തെ സെഷനാണ്. ഓക്കെ, അപ്പോൾ അതൊരു പാസ്റ്റ് ലൈഫ് ആക്സസ് ചെയ്തു, ഹീലിംഗിൽ മെഡിറ്റേഷനൂടെ അത് റൂട്ട് കോസ് കണ്ടുപിടിച്ചു. പിന്നെ ഈ ലൈഫിൻ്റെ ചെയ്യും, നമ്മൾ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യും, ഈ ലൈഫിൻ്റെ റീഡിങ് ചെയ്യും, പിന്നെ ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ എടുക്കുക. അപ്പോൾ ഈ ലൈഫ് പർപ്പസ് എവിടെയാണ് വരുന്നത്? നമുക്ക് എല്ലാ സോളിനും ഒരു പർപ്പസ് കാണും അല്ലേ? പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഈ ലൈഫിൻ്റെ പർപ്പസ്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ റേക്കിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹെൽത്ത്, എൻ്റെ വെൽത്ത്, എനിക്കൊരു ഹെൽത്തിൽ മാത്രമാണ് ക്ലെൻസിങ് നടക്കുന്നത്. ഇഷ്യൂസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് ക്ലെൻസിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ഓർഡറിൽ നമ്മൾ വരുമല്ലേ, ഡിസോർഡർ ആയിട്ട് കിടന്നൊരു സാധനം ഓർഡറിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ഈ പാസ്റ്റ് ലൈഫ് ഒക്കെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ പാസ്റ്റ് ലൈഫ് ആക്സസ് ചെയ്തപ്പം ഞാൻ പറഞ്ഞ ട്രോമയിലേക്ക് പോയി. എൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് ഇൻ്റർവ്യൂവിലുണ്ടത് ആ ഒരു സ്റ്റോറി. അദ്ദേഹത്തിനെ ഞാൻ ഈ ലൈഫിൽ കണ്ടുമുട്ടി. ഒരു വലിയ സോൾ പർപ്പസ് എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ ഒരിക്കലും ഈ പറയുന്ന പോലെ പ്രണയമോ വിവാഹമോ ഒന്നും അല്ല. നമ്മൾ ഈ സോളുകൾ തമ്മിൽ കാണുന്ന എന്തിനാണ്? അവരെ ആ സോളിനെ എൻലൈറ്റഡ് ആക്കാനും എൻ്റെ സോളിനെ എൻലൈറ്റഡ് ആക്കാനും, ഹയർ സോളിലേക്ക് കൊണ്ടുപോകാനാണ്. ഞങ്ങൾ എന്ന് കണക്റ്റ് ആയോ
അപ്പോൾ തൊട്ട് ഞങ്ങൾ ഇൻഡിവിജ്വലി ഗ്രോ ആവാൻ തുടങ്ങി. എൻ്റെ സ്പിരിച്വൽ ജേണി ഹൈ ആയി, അദ്ദേഹത്തിൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് സ്പിരിച്വൽ ജേണി ഹൈ ആയി. ഓക്കെ, അപ്പം ഈ ഒരു അതിപ്പോൾ ഒരു വളരെ മിറാക്കിൾസ് ആണ് അത് സംഭവം. ഞാൻ ആ കണ്ട ആളുടെ, അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടൊന്നുമില്ല പാസ്റ്റ് ലൈഫിൽ ഇന്നാരാണ്, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലത്തെ. അത് ഈ സ്പിരിച്വലി നമുക്കൊരു തിരിച്ചറിവ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ നല്ല സോളുകളിലേക്ക് കണക്റ്റഡ് ആവും. അപ്പം ആ സോളുകൾ നമ്മൾ വിചാരിക്കാതെ കട്ടായി പോവുകയില്ല, വിചാരിച്ചാലും കട്ടായി പോവില്ല, വന്നിരിക്കുന്നത് ചില പർപ്പസിന് തന്നെയാണ്. അവര് നമ്മുടെ എൻ്റെ സ്പിരിച്വൽ ജേണിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നതാണ് ഈ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഭാഗമാണത്. എന്നാൽ പോലും ഞാൻ ഈ പറയുന്നത് ഒരു എനർജി കണക്ഷനാണ്, ഒരു ഫിസിക്കൽ മെറ്റീരിയലിസ്റ്റിക് കണക്ഷൻ അല്ല അവിടെ നടക്കുന്നത്. എന്നാൽ രണ്ടുപേർക്കും രണ്ട് ലൈഫുമായിരിക്കും. അതാണ് എന്തായാലും ഈ പറയുന്ന പാസ്റ്റ് ലൈഫ് ഇത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഒരുപാട് പേര് ഇത് ആസ്വദിക്കുന്നുണ്ട്, അതായത് പുറമേ പറയാതെ. അത് ഈ പിതൃലോകം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുന്നത്. സോ അപ്പോൾ പിതൃക്കൾ വഴിയോ അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, അതായത് നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ സെയിം ചിന്താഗതിയും നമ്മുടെ അതേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും പഴയ ലൈഫിൽ കണക്റ്റഡാണ്. സോ മേ ബി ഇവരുമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോവാതെ സംസാരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും ഇൻഡിവിജ്വലി ഗ്രോത്ത് ഉണ്ടാവും. ഏതർ മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്തും ഉണ്ടാവും, സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാവും, രണ്ടിലും ഗ്രോത്ത് ഉണ്ട്. മേ ബി ആരാണ് ഹെയർ സോൾ എന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. എൻ്റെ കേസിൽ ഞാൻ റേക്കി മാസ്റ്റർഷിപ്പ് ടീച്ചർഷിപ്പ് എടുത്തല്ലോ, അത് എനിക്ക് എപ്പോഴും ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ റേക്കിയുടെ ടീച്ചർഷിപ്പ് എടുത്തു, അറ്റ്യൂൺമെന്റ് എടുത്തതിൻ്റെ അന്നാണ് എന്നെ വന്ന് കണക്ട് ചെയ്തിട്ട് എന്നോട് പറയുന്നത് എനിക്ക് റേക്കി പഠിക്കണമെന്ന്. ഓക്കെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ അന്നങ്ങോട്ട് പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഞാനൊരു ടീച്ചറിനെ കണക്ട് ചെയ്ത് തരാം, ടീച്ചർ എടുത്തു പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീദേവി മാമിനെ കണക്ട് ചെയ്ത് കൊടുത്തു. പക്ഷെ ആള് പോയില്ല. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും ആൾക്കൊരു സുഖമില്ലാതെ വന്നു, നടുവിന് വേദനയായിട്ട് വന്നു. അപ്പം പ്രദീപ് ജി ഇതിനകത്ത് വേറൊരു കാര്യം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഞാൻ കൊടുക്കാതെ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ ഞാൻ റേക്കി പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ടീച്ചറാണല്ലോ, എല്ലാവർക്കും പഠിപ്പിക്കുമല്ലോ, പഠിപ്പിച്ചു കൊടുത്തു. ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. യോഗമില്ല, റേക്കി നമ്മൾ അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഒരിക്കലും കൊടുക്കരുത്, തേടി വരും. എന്നിട്ട് പിന്നെ എനിക്ക് ബ്ലോക്കായി, അതെനിക്ക് ആരെയും പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അത് വെച്ചാൽ പഠിപ്പിച്ച ബ്ലോക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നവരെയൊക്കെ ടീച്ചറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക, അല്ലെങ്കിൽ വേറെ ആരുടെയും അടുത്തേക്ക് പറഞ്ഞു വിടുക. ഞാൻ അവസാനം ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിരഞ്ജനയുടെ അടുത്ത് വരുന്നവരെ നിരഞ്ജന പഠിപ്പിക്കണം, അതിനാണ് അവർ വരുന്നത് എന്നുള്ളത്. പിന്നീട് ഞാൻ അന്നേരം എനിക്ക് ബ്ലോക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കിയപ്പോഴാണ് 6 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു നടുവിന് വേദന വരുന്നു. ഞാൻ ഹീൽ ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നു പഠിക്കുമോ എന്ന്. അപ്പം റിക്വസ്റ്റ് ചെയ്യണ്ട, ഒരിക്കൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പഠിപ്പിച്ചില്ല. പിന്നെ അങ്ങനെ പഠിപ്പിച്ച് അതിന് ശേഷം ഇന്നിപ്പോൾ എനിക്ക് 12th 13th ബാച്ചാണ് റേക്കി നടക്കുന്നത്. സന്തോഷം. എന്തായാലും ഈ പറയുന്ന നിരഞ്ജനാജിയുടെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും വരാൻ കഴിയട്ടെ. അതിനുമപ്പുറം പാസ്റ്റ് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാനും ഈ ഡ്രോമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകാതെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് മനസ്സിലാക്കാനുള്ളൊരു വേദി ഉണ്ടാകട്ടെ. എപ്പോഴും പറയാം. അതിനിടയിൽ ഒരു കാര്യമുണ്ട് പ്രദീപ് ജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് റേക്കി നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ കർമ്മ ഏറ്റെടുക്കുകയാണ് എന്നുള്ളത് പലരും അങ്ങനെ പറയുന്നുണ്ട്. ആക്ച്വലി നമുക്കൊരാളുടെയും കർമ്മ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്കവരെ വഴി കാണിച്ചു കൊടുക്കാം. അപ്പം ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഇമ്പാക്ട് നമുക്ക് തിരിച്ചുണ്ടാവും. അപ്പോൾ അതൊരു ചെറിയ രീതിയിൽ നമ്മളെ ഒന്ന് തട്ടും, അല്ലേ? അതേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അവരുടെ കർമ്മദോഷം നമ്മളുടെ തലയിലേക്ക് വരില്ല. കാരണം ഞാൻ ചെയ്ത കർമ്മയുടെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം. പിന്നെ അത് ഹീൽ ചെയ്യുമ്പോഴുണ്ടാവുന്ന ചെറിയ സൈഡ് എഫക്റ്റുകളൊക്കെ നമ്മളൊന്ന് ചാനലാണ്, സ്വാഭാവികമായിട്ടും നമ്മളല്ല ചെയ്യുന്നത്. ഒരിക്കലും അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. റേക്കി ഞാനായിക്കോട്ടെ, ഇപ്പം പ്രദീപ് ജി പഠിച്ചാലേ നമ്മളെല്ലാം പിന്നെ അവിടെ ഒരു ചാനൽ, ഒരു ബ്രിഡ്ജാ. യൂണിവേഴ്സിനെ എനർജി ട്രാൻസ്ഫോം ചെയ്യാൻ അല്ല ഒരുക്കാനുള്ളൊരു ബ്രിഡ്ജ് മാത്രം. അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ചില ആൾക്കാർ ചോദിക്കും എൻ്റെ അറ്റ്യൂൺമെന്റ് കറക്റ്റ് ആയോ? അപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാനെല്ലാം അവിടെ ചെയ്തേ. ഞാൻ എൻ്റെ ബോഡി വിട്ടുകൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ് അറ്റ്യൂൺമെന്റിന്. യൂണിവേഴ്സാണ് അത് അവിടെ ചെയ്യുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും, ഒരാൾക്കും കുറവും കൂടുതലും അല്ല. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മ അനുസരിച്ച്
ശരി. അവരുടെ ബ്ലോക്ക് അനുസരിച്ചാണ് അതിൻ്റെ ഫലം വരുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തായാലും സന്തോഷം നിരഞ്ജനാജി. ഒരുപാട് പേരെ പഠിപ്പിക്കാനും ഒരുപാട് പേരെ ഹീൽ ചെയ്യാനും കഴിയട്ടെ. അതിലും അപ്പുറം ലൈഫ് പർപ്പസ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയട്ടെ. ഹയർ സോളുകളിലേക്ക് കൊണ്ടുപോകാൻ നല്ലൊരു ചാനലാകട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഗുരുദേവ്ജി.